ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈവ് വിത്ത് വ്ലോഗ്. എല്ലാവർക്കും സുഖമല്ലേ? സോ നമ്മുടെ രണ്ടാമത്തെ വ്ലോഗിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ട്രിവാൻഡ്രത്താണ്. ഏകദേശം നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആഴിമല ബീച്ചാണ്. ആഴിമലയാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം. ആഴിമല കൂടെ നമുക്ക് ചൊവ്വരയും കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം ഈ രണ്ട് സ്ഥലങ്ങളും ഒറ്റ വീഡിയോയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ യാത്ര തിരിക്കാൻ പോവുകയാണ്. അപ്പം അതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് വ്ളോഗ് ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ചത്തിന് മുകളിൽ സമയം ഈ രണ്ടാമത്തെ വ്ളോഗ് റിലീസ് ചെയ്യാനായിട്ടുള്ള സമയം എടുക്കുന്നു. കുറച്ച് പേര് എൻ്റെ അടുത്ത് കേട്ടു, എന്താടാ പുതിയ വ്ളോഗ് വരാത്തതെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് നിങ്ങളടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് വെച്ചൊരു വ്ളോഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. കുറച്ച് ദൂരെ ഒരു അത്യാവശ്യം വലിയ ഒരു വ്ളോഗിങ്ങിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷേ വലിയൊരു അപകടം മുന്നിലേക്ക് എത്തി. ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് ആക്സിഡൻ്റ് ഒന്നുമല്ല, വേറെ കുറച്ച് രീതിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഫേസ് ചെയ്യേണ്ടി വന്നു. സോ ഞങ്ങളത് ഒന്ന് ബാക്കപ്പ് അടിച്ചു. പക്ഷേ ഒരിക്കലും ഫോർ ബാക്കപ്പ് അല്ല. ഞങ്ങളത് ഉറപ്പായിട്ട് അടുത്ത 1-2 മാസത്തിനകത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്യും. ആ ഒരു വ്ളോഗിങ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ആ സമയത്ത് അതിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അല്ലെങ്കിൽ മുൻപ് നമ്മൾ ബാക്കപ്പ് അടിക്കാനുള്ള കാര്യം എന്തെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. സോ ഇന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആഴിമലയാണ്. ആഴിമലയിലോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു ½ ആൻ അവർ ടൈമുണ്ട്. ഏകദേശം നമുക്ക് ബാലരാമപുരം സ്ട്രെച്ച് ചെയ്താണ് ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്നവർക്ക് പോകാനായിട്ടുള്ളത്. ബാലരാമപുരത്ത് നിന്ന് വലത്തോട്ട് വിഴിഞ്ഞം പോകുന്ന റൂട്ടാണ്. സോ അവിടുന്ന് കുറച്ച് കട്ടിങ്സ് ഒക്കെ ഉണ്ട്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. സോ ഗായ്സ്, നമ്മൾ പോകുന്ന വഴിയാണ്. ട്രിവാൻഡ്രത്ത് നിങ്ങൾ വരുമ്പോഴത്തേക്കും ബാലരാമപുരം പോകേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ പള്ളിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പള്ളിച്ചൽ വന്നിട്ട് നിങ്ങൾക്ക് പള്ളിച്ചൽ വഴി ഉച്ചക്കട കയറുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമെന്നുള്ള പറയുന്ന ഒരു വഴി. ആ വഴി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിഴിഞ്ഞം റോഡിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അറ്റാച്ച് ചെയ്യുന്ന ആ റോഡിലേക്ക് ചെന്ന് കയറാൻ പറ്റും. സോ ഈ ഒരു വഴി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമുക്ക് ടൈം ഡിലേ മാക്സിമം ഒഴിവാക്കാം. സോ ഞാൻ ഇപ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ ഉച്ചക്കടയിൽ നിന്ന് നേരെ വിഴിഞ്ഞം പിടിച്ച് ഏകദേശം പുളുങ്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കയറിയിട്ട് വേണം നമുക്ക് ആഴിമല ക്ഷേത്രം വഴി നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട്. വേറെയും വഴികളുണ്ട് ഒരുപാട്, പോയിട്ടുള്ളവർക്ക് അറിയാം ഇതിനു മുമ്പേ. സോ ഞാൻ പോകുന്ന വഴിയാണ്. സോ നമുക്ക് പോവാം. ഗൈസ്, പൊയ്ക്കൊണ്ടിരുന്ന വഴിക്ക് നമ്മുടെ പുതിയ ബൈപ്പാസ്, അതായത് കോവളം കാരോട് ബൈപ്പാസിൻ്റെ പണി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നെത്തി. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ലുക്ക് അറ്റ് ദിസ്. ഒരു എന്താ പറയുക, ഏകദേശം തുറന്ന് ഇടയിൽ കൂടെ അടിപൊളി റോഡാണ് വരാൻ പോകുന്നത്. ഇത് വന്ന് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ ഏത് രീതിക്കായിരിക്കും എന്നുള്ളത്. എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഈ റോഡിന് വേണ്ടി. നമുക്ക് റോഡ് ശരിയായിട്ട് ഇതുവഴി ഒരു പോക്ക് പോകണം. സോ അപ്പുറത്തെ സൈഡും ഉണ്ട്. ഏകദേശം അവിടെ നിന്ന് ആ ഭാഗത്തും കോളത്തോട്ട് ഇത് കാരോട് പോകുന്ന റോഡാണ്. ഇത് ഇപ്പം പണി നടക്കുന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരുപാട് പാലങ്ങളും കാര്യങ്ങളും വരാനുണ്ട്. സോ പോകുന്ന വഴിക്ക് നിർത്തി നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നി. ഓക്കെ, നമുക്കപ്പം ചരിക്കാം. ഗൈസ്, ഫൈനലി നമ്മളെത്തി. നമ്മൾ ആഴിമല ക്ഷേത്രത്തിന് കുറച്ചുകൂടെ മുൻഭാഗത്താണ്. ഈ റോഡ് ഇറങ്ങി ചെല്ലുന്നത് ആഴിമല ക്ഷേത്രത്തിലേക്കാണ്. അവസാനം ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം കടൽ കാണാൻ പറ്റും. ഫോണിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റുന്നില്ല. ഏകദേശം നിങ്ങളിതൊരു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഏകദേശം ആ ഒരു സൈഡിലായിട്ട് കാണുന്നത് ബീച്ചാണത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കാണുമ്പോൾ ആകാശത്തും കൂടെ മിക്സായി കിടക്കുന്ന പോലെയാണ്. സോ ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അങ്ങോട്ട്. ഗൈസ്, ഫൈനലി വി റീച്ച്. ഇവിടെ എത്തി. ആഴിമല ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള ഒരു ലോബി പോലത്തെ സ്ഥലത്താണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും വളരെ വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ. ആക്ച്വലി ഇതിന് മുമ്പ് പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കുറച്ചുകൂടെ മനോഹരമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഒരു പണി പാളിയതായിട്ട് തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലിൽ കുറച്ച് വെള്ളം കയറി ഏകദേശം കരയിലോട്ട് കിടക്കുന്നത്. ഇവിടം വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബീച്ച് ഏകദേശം ഇത്തിരി ഭാഗമായിട്ട് ചുരുങ്ങി കിടക്കുകയാണ്. സോ നമുക്കത് നോക്കണം. ഏകദേശം ബീച്ച് കാണിച്ചത്. ഗൈസ്, ഫൈനലി നമ്മൾ ആഴിമല ബീച്ചിലെത്തി. സോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന സീൻ. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയണം. സത്യം പറഞ്ഞാൽ ലൈറ്റ് കുറച്ച് വിഷയമുണ്ട്. ഈ സൈഡാണ്, ഇതാണ് ബീച്ച്. ഇത് വന്നിട്ട് അതിൻ്റെ മുമ്പായിട്ട് ചെറിയ, ഞാൻ പറഞ്ഞില്ല, വെള്ളം കയറി കിടക്കുന്നത്. അത് നമുക്ക് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പോഴും അവിടെ ആൾക്കാർ ഉണ്ട്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അടിപൊളി. ഞാൻ കുറേ കാലത്തിന് ശേഷം മനസ്സ് തുറന്ന് സന്തോഷിച്ചൊരു സമയമാണ്. കാര്യം ജോലി തിരക്കിൻ്റെ ഇടയിൽ നിന്നെല്ലാം മാറി വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും
അനുഭവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ച് നിന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരണം, വന്നിരിക്കേണ്ടതാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബീച്ച് നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. വിഴിഞ്ഞം പോർട്ടിൻ്റെ എക്സ്റ്റൻഷൻ ഇങ്ങോട്ടാണ് വരുന്നത്. മേ ബി ഇൻ ഫ്യൂച്ചർ ഒരു 5 to 6 years ഈ ബീച്ച് പോവും. ഇങ്ങോട്ടേക്ക് പോർട്ട് എക്സ്റ്റൻഡ് ആവും. ഏഷ്യയുടെ കവാടമാവാൻ പോവുകയാണ് സാർ. അപ്പോൾ നിങ്ങൾ ഈ ബീച്ച് ഒന്ന് കാണാറ് അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു സീനറി എന്ന് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ആഴിമല അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ ഒരു ലോബി പോലത്തെ ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ശിവന്റെ പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കടലിന് സൈഡിൽ കോവിൽ ഇരിപ്പുണ്ട്. കോവിലിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ശിവന്റെ ഒരു പ്രതിമ. സോ അതും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ വരുമ്പോഴത്തേക്കും ടൂറിസ്റ്റുകൾ കുറച്ചും കൂടെ അട്രാക്റ്റഡ് ആവുന്ന ഒരു പ്ലേസ് ആയിട്ട് ഇത് മാറും. പിന്നെ കാണുന്ന അവിടെ നമുക്ക് റിസോർട്ട് കാണാൻ പറ്റും. ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട്, ഇഷ്ടംപോലെ. ഡോക്ടർ ഫ്രാങ്ക്ലിൻസ്, പിന്നെ സോമതീരം, നിക്കീസ് നെസ്റ്റിൽ ഞാൻ 2 വർഷം മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. സോ ഈ ഒരു സ്ഥലവും ഇവിടുത്തെ ആൾക്കാർ എനിക്ക് കുറച്ചും കൂടെ പരിചിതമാണ്. സോ പക്ഷേ എന്നിരുന്നാൽ പോലും ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഇത്രയും മനോഹരമായിട്ട് ഞാൻ ഒരിക്കലും ഈ സ്ഥലം കണ്ടിട്ടില്ല. അത്രയ്ക്കും എന്താ പറയുക, എനിക്ക് മനസ്സ് നിറയും. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്ത് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ആക്ച്വലി ഇത് വ്ളോഗിങ്ങിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ട്. വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. സൂര്യൻ അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കപ്പൽ പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ലൈറ്റിൻ്റെ ഒരു സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ടുള്ള ഒരു ഡാർക്ക്നെസ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഇത് ബീച്ചിൻ്റെ ഒരു സൈഡാണ്. ഇവിടെ നല്ല പാറകളും കാര്യങ്ങളാണ്. ആഴിമല ബീച്ചിൻ്റെ ഒരു സ്ട്രെച്ച് തന്നെയാണ്. ഏകദേശം ആ ഒരു ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഒരു പ്രതിമയുടെ സൈഡിലായിട്ട് വരും ആ ബീച്ച്. അടിപൊളി ആംബിയൻസാണ്. രക്ഷയില്ല. ഏകദേശം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഏകദേശം ആ ഒരു കപ്പൽ അതുവഴി പോകുന്നുണ്ട്. അത് വിഴിഞ്ഞം പോർട്ടിലേക്കാണ്. എനിക്ക് തോന്നുന്നു അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് വിഴിഞ്ഞം പോർട്ട് വരുന്നത്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കണം. സോ അവിടെ ഒരു കൊടിമരം കാണാം. അവിടെ ഓം, പിന്നെ അവിടെ എന്തോ ഒരു കൊടി പറന്നുണ്ട്. സൂര്യൻ കഴിഞ്ഞാൽ ഏകദേശം ബീച്ച് കണ്ട ഒരാകാശത്തിൻ്റെ കൂടെ ഒരു നിറം നമ്മൾ കാണണം. പൊളിയാണ് ഗൈസ്. ഞാൻ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്ന സ്ഥലം. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് മഴയും ഒരു കോളുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ലൊരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലവണ്ണം ഇരുണ്ട് കിടപ്പുണ്ട്. ഞാൻ എവിടെ ക്യാമറയിൽ പൊക്കിക്കൊണ്ട് ഇറങ്ങിയാലും അവിടെ മഴ പെയ്യും. അതെന്താണെന്ന് അറിയത്തില്ല. ഇനി അടുത്ത സ്ഥലത്തും കൂടെ പോകുമ്പോൾ നോക്കണം. ഇവിടുത്തെ ഒരു ഞാൻ പറയാം, ഇത് വന്നിട്ട് നമ്മൾ ഏകദേശം ആഴിമല കഴിഞ്ഞിട്ട് അടിമാലിത്തുറയുടെ ഭാഗമാണ് നമ്മൾ ഇപ്പം അങ്ങോട്ട് കാണുന്നത്. അടിമാലിത്തുറ, ആഴിമല, പിന്നെ ചൊവ്വര, ഏകദേശം ആ ഒരു സ്ട്രെച്ചിൽ ബീച്ച് പരന്ന് കിടക്കുകയാണ്. നല്ല വലിയ ബീച്ചാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല, നല്ല വലിയ ബീച്ചാണ്. അവിടെ ഏകദേശം ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ റിസോർട്ടുകളും കാര്യങ്ങളായിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു എന്താ പറയുക, കടലിടയ്ക്ക് കയറിയ ഒരു വെള്ളമാണ്. പിന്നെ അത് ഇതുവഴി പോകുന്നുണ്ട്, ചെറിയ പൊഴിയായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഫോറിനേഴ്സിനും കാണാൻ പറ്റും. ഇത് ആക്ച്വലി റിസോർട്ടുകളുടെ പ്രൈവറ്റ് ബീച്ചാണ് ഒരു സമയം. ഇത് പിന്നെ സീസൺ അല്ലാതെ കിടക്കുകയാണ്. സീസൺ അല്ലാതെ കിടന്നിട്ടും ഇത്രയും മനോഹരമായിട്ട് ഇത് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം സീസൺ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഭംഗി എന്താണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി ബീച്ചിൽ നല്ല ഇത് മണ്ണിൽ വെള്ളം മിക്സായി കിടക്കുകയാണ് ആക്ച്വലി. അതുകൊണ്ട് ഒരു ചെറിയ ഇതായിട്ട് നമ്മൾ കാല് പൊന്തുന്നുണ്ട് ഇതിൽ. ഈ ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-2 വഴി ഇതിലേക്ക് വരാം, ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യുന്ന മെയിൻ വഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്നതാണ്. ഗൈസ് ഇപ്പോൾ ഏകദേശം 5-5:30 മണിയായി. ഞാൻ ആഴിമലയും കൂടെ ഷൂട്ട് ചെയ്തിട്ട് ചോരയും കൂടെ പോകാമെന്ന് പറയാനാണ് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവിടെ പോകാൻ പറ്റുമെന്ന്. കാര്യം ഇവിടെ നല്ല മഴക്കോളുണ്ട്. ഏകദേശം ഇരുട്ടി തുടങ്ങി. മഴക്കോളിൻ്റെ ആ ഒരു ഇരുട്ടാണെന്ന് അറിയത്തില്ല. ഏകദേശം നമ്മൾ ബീച്ചിൽ നടക്കുകയാണ്. ബീച്ചിൻ്റെ അങ്ങ് ഏകദേശം അങ്ങറ്റം വരെ കാണാൻ പറ്റും. ഒരു 4-5 കിലോമീറ്ററിന് മുകളിൽ വലുതാണ് ബീച്ച്. പിന്നെ അത്രത്തോളം ബീച്ചിൻ്റെ ആക്സസ് എത്തിയിട്ടില്ല. ബീച്ച് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ റിസോർട്ടുകളുടെയൊക്കെ പ്രൈവറ്റ് റിസോർട്ടുകൾ അവർക്ക് പ്രൈവറ്റ് ബീച്ചുകളായിട്ട് ഏകദേശം കുറച്ച് സ്ഥലം സ്പേസ് എടുത്തിട്ടുണ്ട്. അവരെ അവിടെ അവരുടെ ഗസ്റ്റുകൾക്ക് ഉള്ള സർവീസുകൾ അവരെ ഒരുക്കുന്നുണ്ട്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിം ആംബിയൻസ്. എനിക്കറിയാം ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്.
ഇവിടുത്തെ ഒരു അന്തരീക്ഷം ആ രീതിക്കാണ്. ഏകദേശം മഴക്കോള് നല്ലവണ്ണം ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് സൂര്യനും നല്ല കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ, ഒരു ഡിസ്കംഫർട്ടബിൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത്രയ്ക്കും നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് എന്താ പറയുക, ശരിക്കും എനിക്ക് തോന്നുന്നു കോവിലിൻ്റെ സൈഡും കൂടെ ആയതുകൊണ്ടായിരുന്നു അത്രയും നല്ലൊരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൈൻഡ് റിഫ്രഷ് ആക്കാനായിട്ട് ഇതിനും ബെസ്റ്റ് ഒരു പ്ലേസ് ഇല്ല ട്രിവാൻഡ്രത്ത്. നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഒരു രീതിക്ക് വരണം. കോവിലിൽ മാത്രമല്ല, അത് ഇവിടേക്ക് ഇറങ്ങണം ആക്ച്വലി. പിന്നെ കുറച്ച് ഡേഞ്ചറാണ് കാര്യം, നിങ്ങൾ ഈ പാറ കണ്ടിട്ടുണ്ടല്ലോ, ഏകദേശം ആ ഭാഗത്തൊക്കെ വെള്ളം പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡേഞ്ചർ അവസ്ഥയാണ്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് കരുതിക്കണം. പിന്നെ ഏകദേശം വന്നിട്ട് ഈ ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു എൻഡിൽ നിന്നാണ്. ഈ ഒരു എൻഡിൽ നിന്ന് പോയി ഏകദേശം ഒരു 4 to 5 കിലോമീറ്റേഴ്സാണ്. അപ്പം ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പറ്റിയ സ്ഥലം. ഈ സ്ഥലത്തിൽ നിങ്ങൾക്ക് ഒരു റേറ്റിംഗ് കൊടുക്കാം. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ, ഹായ് ഫോറിനേഴ്സ് ഉണ്ട്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ കോവളത്തിന് നമുക്കൊരു 100 മാർക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 99 ഈ ഒരു സിറ്റുവേഷനിൽ. കാര്യം ഞാൻ അത്രത്തോളം ഹാപ്പിയാണ്. വ്ലോഗ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ആംബിയൻസിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റിയത്. വ്ലോഗിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് കുറേ നാളത്തിന് ശേഷം. പക്ഷേ ഞാൻ ഹാപ്പിയാണ്, അതുകൊണ്ട് ഞാൻ 99 കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഈ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ നമ്മൾ വന്ന വഴി പോയിട്ട് ബൈപ്പാസ് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ കാണിച്ചത് കാരോട് ബൈപ്പാസ് സ്ട്രെച്ച് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ, പിഴിഞ്ഞ കൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലം വരെ പോകണ്ട. അതിന് മുമ്പ് നിങ്ങൾക്ക് പുൽമുടി വഴി തന്നെ ഇങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ കമൻറ്റ് ലീവ് ചെയ്യുക, നിങ്ങൾ ഈ ബീച്ചിന് എത്രത്തോളം മാർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു അടുത്ത കാലത്ത് ഇവിടേക്ക് ഏറ്റവും ഈ ഒരു അടുത്ത കാലത്ത് ഇവിടേക്ക് വരുന്നത് ഇവിടുത്തെ ആൾക്കാരെയും കാട്ടിയും കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. സോ നിങ്ങളുടെ കമൻറ്റിൽ അത് ലീവ് ചെയ്തിട്ട് പോകും, എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കും. നമുക്ക് അതനുസരിച്ച് ഈ വീഡിയോ നമുക്ക് പലവരിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഏകദേശം മേഘം കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കോവളത്ത് നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സുകളും ബിയർ പാർലറും എല്ലാം സൈഡിൽ കാണാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. റിസോർട്ടുകളുണ്ട് ആക്ച്വലി, പക്ഷെ എന്നിരുന്നാലും ഇത് അതിന് എല്ലാത്തിനും കാട്ടി മറ്റെന്തോ ഡിഫറൻ്റാക്കി നിർത്തുമ്പോൾ ഈ ഒരു ബീച്ചിൽ. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. സോ ഞാൻ രണ്ടാമത് പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏകദേശം ഈ പള്ളി കണ്ടായിരുന്നു, അതോ വരുന്ന ഒരു പള്ളിയാണ് ആക്ച്വലി. അവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ സ്ഥലം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ചൊവ്വര ആ ഒരു സൈഡ് വഴി വരേണ്ടി വരും. ചൊവ്വര വന്നിട്ട് അകത്തേക്ക് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ക്യാമറ കുറച്ച് ഷേക്ക് ആവുന്നുണ്ട്, എനിക്കറിയാം. അവിടെ നല്ല കാറ്റുണ്ട്, എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ഞാൻ ട്രൈപോഡ്. അവിടെ ഒരു വുഡൻ ബ്രിഡ്ജ് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം തന്നെ ഞാൻ ഏകദേശം നനങ്ങി നിൽക്കുകയാണ്. കാര്യം അവിടെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും വെള്ളത്തിലായി കാലെല്ലാം. നമുക്ക് ഇവിടെയും അത്യാവശ്യം തിരതാ കയറുന്നത് കരയിലോട്ടേക്ക്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ആ വുഡൻ ബ്രിഡ്ജ് വഴി. എത്രത്തോളം അത് ശക്തികരമാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അഥവാ ഇവിടെ വരുന്നു, നിങ്ങൾ അതിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൂക്ഷിച്ച് പോകുക. നമുക്ക് അങ്ങോട്ടേക്ക് ഇതാ ഈ കാണുന്നതെല്ലാം റിസോർട്ടുകളുടെ ഭാഗമാണ്. ഏകദേശം അങ്ങ് ഏറ്റവും വരാം. സോമതീരം, ഡോക്ടർ ഫ്രാങ്ക്ലിൻ, വിക്കീസ് നെസ്റ്റ്, അങ്ങനത്തെ റിസോർട്ടുകളിലെല്ലാം മേളം നല്ലവണ്ണം ഗസ്റ്റുകൾ വരുന്നുണ്ട്. അത്രത്തോളം എന്താ പറയുക, ഒരു ചെറിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇത് വളർന്നു കഴിഞ്ഞു ഈ ഒരു ചെറിയ കാലയളവിൽ. ഇവിടുത്തെ പലർക്കും അറിയത്തില്ലെങ്കിലും പുറത്തുനിന്ന് ആൾക്കാർ നല്ലവണ്ണം വരുന്നു. നമ്മൾ ഏകദേശം ആ വുഡൻ ബ്രിഡ്ജിൻ്റെ അടുത്ത്, പക്ഷേ എനിക്ക് കൺഫേം അല്ല അതുവഴി പോകാൻ പറ്റുമെന്നുള്ളത്. വളരെ നേരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുമല്ല നല്ല വെള്ളമുണ്ട് അവിടെ. ഏകദേശം വെള്ളം നമുക്ക് കാല് നനയാൻ മാത്രമേ നമുക്ക് അതുവഴി കയറാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്കെല്ലാം അങ്ങനത്തെ സ്ഥലങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട് ഇവർ. പിന്നെ നമുക്കിവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് പറയാനായിട്ടുള്ളത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു
ഞാൻ പറഞ്ഞില്ല, മുമ്പ് ഞാൻ ഇവിടെ ഏകദേശം 2 വർഷത്തിന് മുമ്പ് കുറച്ച് കാലം ജോലി ചെയ്ത ഒരാളാണ്. അപ്പം ഇവിടുത്തെ രാവിലത്തെ ഒരു ആംബിയൻസ് ഉണ്ട്. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും കാണത്തില്ല. ഏകദേശം കുറച്ച് ഫോറിനേഴ്സ് ഇരുന്ന് ഇവിടെ യോഗ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ആ കാടിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ ഇരുന്ന് ഏകദേശം ആ ഒരു കല്ലിലൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഫുട്ബോൾ കളി ഇവിടെ കാണാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ പക്കാ സൈലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിൽ തിര അടിക്കുന്ന ഒരു ശബ്ദം പോയിട്ട് വേറെ നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇത്രയും മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് വേറെ ഒരിടത്തും കിട്ടത്തില്ല. ആക്ച്വലി കോളം നമുക്ക് എൻജോയ്മെൻ്റ് ആണ്, ഹാങ് ഔട്ട് ചെയ്യാം. പക്ഷെ ഇത് കുറച്ചും കൂടെ എന്താ പറയുക, പീസ് തരുന്ന ഒരിടമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇങ്ങോട്ടൊക്കെ വരാം. കാര്യം അതിന് പറ്റിയൊരിടമാണ്. പിന്നെ ഏകദേശം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഏകദേശം എനിക്കത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഞാൻ അതാണ് കടന്ന് പരതുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ഏകദേശം ഫിഷറീസ് ഏകദേശം കടലിൻ്റെ കുറച്ച് ഭാഗത്ത് നിന്നിട്ട് അവർക്കൊരു കൃഷി പോലെ ഉണ്ടായിരുന്നു. അതായത് മത്സ്യക്കുഞ്ഞുങ്ങളെ അവിടെ നിക്ഷേപിച്ച് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൃഷി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഏകദേശം 2 വർഷം മുമ്പ് വന്നപ്പോഴത്തേക്ക് ഞാനത് കാണാനുണ്ടായി. പക്ഷേ ഇപ്പം അത് സംഭവം കാണാൻ പറ്റുന്നില്ല ഇവിടെ. ഇപ്പം വൈകിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങുന്നുണ്ട്. ഇവിടെ മഴ ചെറുതായി തൂറ്റി തുടങ്ങി. ഇനി ഇവിടെ നിൽക്കുന്നത് എനിക്ക് അത്ര നല്ലതല്ല. കാര്യം കഴിഞ്ഞൊരു വ്ലോഗ് മഴയത്താണ് ചീറ്റിപ്പോയത്. എനിക്ക് അതിൽ ഏകദേശം നല്ലൊരു നഷ്ടമുണ്ടായി. അപ്പോൾ നമുക്ക് തിരിച്ച് ഞാൻ പറഞ്ഞില്ലേ ചോരയിലോട്ട് പോകാം. ഇന്ന് അവിടെ പറ്റുമെന്നുണ്ടെങ്കിൽ വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അവിടെയും കൂടെ ഷൂട്ട് ചെയ്തിട്ട് പോകത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ ആഴിമലയിൽ നിന്ന് ചോര പൊക്കോണ്ടിരുന്ന വഴിക്ക് മഴ തുടങ്ങി. കഷ്ടം. എന്താ പറയുക, ഞാൻ എവിടെ ക്യാമറ പോയിക്കൊണ്ട് പോയാലും അവിടെ മഴ പെയ്യും. ഇപ്പം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴ കൂടുന്നുണ്ട്. മഴ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാൻ പറ്റും. പക്ഷേ വിഷൻ അത്ര ക്ലിയർ ആവത്തില്ല, നമ്മുടെ വ്ലോഗ് അത്ര എഫിഷ്യൻ്റ് ആവത്തില്ല. സോ ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ആഴിമല വെച്ച് ഞാൻ ഒരു യാത്ര നിർത്തുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. സോ ഞാൻ പറഞ്ഞതുപോലെ ഇനിയും കുറച്ച് കിടുക്കാച്ച ഐറ്റംസ് വരാനുണ്ട്. കുറച്ചുകൂടെ വലിയ വ്ലോഗിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. അതിൻ്റെ ജസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ട്രയൽ റണ്ണിങ്ങാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.